നിങ്ങളൊരാളെ അതിയായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയോട് ഇഷ്ടം തുറന്നു പറയാനായിട്ട് നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം പറയേണ്ട ടൈം ആയിട്ടുണ്ടോ? പറഞ്ഞാൽ അവരത് സ്വീകരിക്കുമോ എന്നുള്ള 2 കാർഡ് വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ 2 കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. 2 കാർഡ് നമുക്ക് എടുക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിനെ നല്ല രീതിയിൽ മൈൻഡിൽ കൊണ്ടുവരിക. ആ വ്യക്തിയുടെ പേര് പറയുക. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. 2 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തെ കാർഡ് ഇതാണ്. രണ്ടാമത്തെ കാർഡ് ഇതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റീഡിങ്സ്? ഈ കാർഡ് സെലക്ട് ചെയ്തവർക്ക് എന്താണെന്നും ഈ കാർഡ് സെലക്ട് ചെയ്തവർക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിൽ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ഒരുപാട് ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം പറയാനായിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇതിൽ അവഗണിക്കുമോ, അവർ നിങ്ങളെ അവഗണിക്കുമോ എന്നുള്ള നല്ല തോന്നലുകൾ, നല്ല പേടി നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ അവഗണിക്കുമോ എന്നുള്ള ഒരു ഭയമൊന്നും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, നിങ്ങൾ എടുത്ത് ചാടി ഒരു ആൻസർ ചെയ്യരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാനായിട്ട് ഇനിയും ടൈമുണ്ട്, അവർക്ക് നിങ്ങളെ അറിയാനായിട്ട് ഇനിയും ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടൊരു ഇഷ്ടം കൊണ്ട് മാത്രം അവരോട് പോയിട്ട് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള വിവാഹത്തിനോടുള്ളൊരു താല്പര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പറയാറായിട്ടില്ല. പക്ഷെ പറയാനുള്ള ടൈമുണ്ട്. ആ ടൈം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരായിട്ട് സമയത്തിൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുക. അതുപോലെ നല്ല രീതിയിൽ തന്നെ തുറന്ന് സംസാരിക്കുക. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കുക. യാത്രകൾ, അതായത് ചെറിയ ചെറിയ കോഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപഴകി നിങ്ങൾ അവരുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ആരംഭത്തിൽ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല പിന്നീട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനൊരു ഡബിൾ മൈൻഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും അവരോട് ഒരു കാര്യവും തുറന്നു പറയേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തം സന്തോഷത്തിനും കൂടി ഇപ്പോൾ ഒരു മൈൻഡിലൊരാളെ തന്നെ വിചാരിച്ചിരിക്കാതെ നിങ്ങൾ സ്വന്തം സന്തോഷത്തിനും സ്വന്തം സമാധാനത്തിനും സ്വന്തം ആയിട്ട് കെയർ ചെയ്യാനൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അതൊന്നും ഇല്ലാതെ നിങ്ങൾ ഈ ഒരു ചിന്തയിൽ മാത്രം ഇരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല നല്ല തീരുമാനങ്ങൾ കാര്യങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, നല്ല രീതിയിൽ ഹാപ്പി ആവുക. പഴയതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ കണ്ടു എന്നതുകൊണ്ട് മാത്രം ഒരുപാട് ചേഞ്ചസ് വരുത്തരുത്. ഡ്രസ്സിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തരുത്. ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് അല്ലെങ്കിൽ വണ്ടി, അങ്ങനെ ഒന്നിലും നിങ്ങൾ ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല. നിങ്ങളെങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ആ വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷനിൽ വെച്ച് കണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വെച്ച് കണ്ട വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ വ്യക്തിനെ മനസ്സിലാക്കാനായിട്ട് ഇനിയും സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സാഹചര്യങ്ങൾ കിട്ടിത്തുടങ്ങുന്നു നിങ്ങൾക്കുള്ളൂ. ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിലൊന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് അവരൊക്കെ. നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കുറേ നാൾ സംസാരിച്ചു, മാനസികമായിട്ട് ഒരുപാട് ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഒരുപോലെയാണ് വരുന്നത്. അങ്ങനെയൊക്കെ തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പറയാനുള്ള റൈറ്റ് ടൈമാണ്. അത് പറയുന്നത് വഴി നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതുപോലെ തന്നെ നിങ്ങളെ ഹാപ്പിയായി ഇരിക്കാനും അവർ നിങ്ങളെ ഹാപ്പിയാക്കി വെക്കാനൊക്കെ നല്ല രീതിയിൽ ട്രൈ ചെയ്യും. അങ്ങനെയുള്ളവർ ഒരുപാട് നാളായി പറയണമെന്ന് ആഗ്രഹിച്ച് ഇടപഴകിയിട്ടുള്ള സാഹചര്യമാണെന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം, നല്ലൊരു അവസരമാണ് ഇത്. ഫസ്റ്റ് കാർഡ് നമുക്ക് അതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാർഡ് പറയാം. രണ്ടാമത്തെ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നിങ്ങൾ സമാധാനപരമായിട്ട് തന്നെയാണ് നിങ്ങൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ശ്രദ്ധക്കുറവ്, അതായത് പങ്കാളി നിങ്ങളോട് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളെ കെയർ ചെയ്യുന്നില്ല. നിങ്ങളെ അധികം ഇങ്ങനെ ശ്രദ്ധിച്ച് ഭയങ്കര അധികം കെയർ ചെയ്ത് ഇങ്ങനെ പറയണം എന്നുള്ളൊരു സാഹചര്യത്തിലൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷെ അവർ നിങ്ങളെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് മൈൻഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ നിങ്ങൾ ഒരുപാട് ഇടം കൊടുക്കുന്നു, നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും
അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കെയർ ചെയ്ത് വരുന്നില്ല. അപ്പോൾ അതിനിത്തിരി സമയമെടുക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തി വരുന്നുള്ളൂ, നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ആ ശ്രദ്ധക്കുറവിലുണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളെല്ലാം നിങ്ങൾ ക്ഷമിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഇഷ്ടം പരിപൂർണമായിട്ട് അവർ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. വരാനുള്ളൊരു സാവകാശം അവർ കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആശയവിനിമയമൊക്കെ നടത്തുന്ന സമയത്ത് അവർ തെറ്റിദ്ധരിക്കാതിരിക്കാനുള്ള സംസാരങ്ങൾ, അതായത് നിങ്ങൾക്കുള്ളൊരു ഇഷ്ടമായിട്ട് തന്നെ മനസ്സിൽ വെച്ച് സംസാരിക്കുക. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊരു സംസാരവും, ഇഷ്ടം പിടിച്ചു പറ്റിയതിന് ശേഷം മറ്റൊരു സംസാരവും ഉണ്ടാക്കരുത്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ചെറിയ തെറ്റുകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ഷമിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് കളയുക. അതിലൊന്നും വലിയ വലിയ പ്രാധാന്യം കൊടുക്കരുത്. കാരണം ഇത് നിങ്ങളൊരു ചെറിയൊരു പരീക്ഷണത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് എതിരെ നിൽക്കുന്ന വ്യക്തി നിങ്ങളെന്താണെന്ന് പരീക്ഷിക്കാനായിട്ടുള്ള ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ജെനുവനായിട്ട് നിൽക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ ആ വ്യക്തി നിങ്ങളോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞേക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കാർഡിലും എന്ന് പറയുന്നത് കുറച്ച് ടൈം കൊടുക്കണം. മറ്റേതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഇതിലൊരു പരീക്ഷണാർത്ഥത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേതിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ആ ഒരു പെർഫെക്റ്റ് ടൈമിലായിരിക്കും, ആ ഒരു പോയിന്റിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് കാർഡാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുന്നതെങ്കിൽ, അപ്പോൾ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.